CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ സംസാരിക്കുന്നു. അതിലേക്ക് ഇരിക്കുന്നതല്ലേ ശരി. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാം നല്ല രീതിയിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചാൽ അവർ നല്ല ഉദ്യോഗസ്ഥരാണ് എന്ന് പറയാറുണ്ട്. നന്നായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ, നന്നായിട്ട് സമയമെടുത്ത് വളരെ താല്പര്യത്തോടു കൂടി ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അതല്ലാത്തവരും ഉണ്ടാവാം ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ. പക്ഷെ നന്നായി ചെയ്യുന്നവരാണ്. അതെല്ലാവരും പറയണമെന്നില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ എന്തിനാ വേറെ അർത്ഥങ്ങളൊക്കെ അതിന് കാണുന്നത്? ഈ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നടത്തിയൊരു പരാമർശവും ഒരു പ്രയോഗം നിലനിൽക്കുന്ന രീതിയിലാണ്. അതിനാൽ അതിനകത്ത് വ്യക്തത മുഖ്യമന്ത്രി വരുത്തിയത്. അപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അങ്ങനെയുള്ള ഞാനത് കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന്. അതെയോ, ഞാനത് കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ ഞാനും പ്രതികരിക്കാം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ശരി. വിഴിഞ്ഞം വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശൈലജയുടെ പ്രതികരണമാണ് കണ്ടത്. PK ശ്രീമതിയുടെ പ്രതികരണവും വന്നു. വിഴിഞ്ഞം CMD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റിയതിൽ അസ്വാഭാവികത ഇല്ലെന്ന് PK ശ്രീമതി. സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥർ തുടരണോ വേണ്ടയോ എന്ന് സർക്കാരിന് തീരുമാനിക്കാം. എവിടെയായാലും ദിവ്യ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞു. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് വന്ന് അവരെ മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അവരുടെ പ്രത്യേകത ഏത് ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റിനോടുള്ള ലോയൽറ്റി, സത്യസന്ധമായിട്ട്, അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതാണ് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ എന്തായാലും ശൈലജയും ശ്രീമതിയും ഒക്കെ സ്വാഭാവികം എന്ന് പറയുമ്പോൾ അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് എന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെ അവർ തന്നെ, ആ പാർട്ടിക്കുള്ളിലുള്ള നേതാക്കൾ തന്നെ തള്ളുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി.